നമ്മുടെ പ്രിയപ്പെട്ട ലാല മലപുര നസീർ ഷിക്കു, പ്രായഭേദമന്യേ ഒരുപാട് ആരാധകരുള്ള പ്രിയപ്പെട്ട നമ്മുടെ കൊമ്പങ്കാട് കോയ കുഞ്ഞാപ്പുവാണ് ഇന്ന് നമ്മുടെ ഗ്രീൻ ഗ്രാസിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് പെർഫെക്റ്റ് ഈ ഒരു സ്റ്റേഡിയത്തിൽ മനോഹരമായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഈ ഒരു സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഗ്രീൻ ഗ്രാസിന്റെ പ്രിയപ്പെട്ട സംഘാടകരും നമ്മൾ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. കൂടെ നമ്മുടെ സ്വാഗതം ചെയ്യുന്നു. ഘടക സമിതി എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആരാധകരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായഭേദമന്യേ ഒരുപാട് ആരാധകരുള്ള, ഒരു നെഗറ്റീവ് കമന്റ്സ് പോലും വരാത്ത അങ്ങനത്തെ നല്ല കലാകാരന്മാരാണ് നമ്മുടെ രണ്ടുപേരും. അതുപോലെ തന്നെ നമ്മുടെ ഫൈസൽ. അസ്സലാമു അലൈക്കും, നമസ്കാരം. കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം നിങ്ങളൊക്കെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. താങ്ക് യു സർ. അപ്പൊ എന്തായാലും അടുത്തതായിട്ട് നമ്മളൊക്കെ കാത്തിരിക്കുന്ന നമ്മുടെ ലാല മലപ്പുറത്തിന് കൈമാറട്ടെ. നമ്മുടെ കോയാക്കിന്റെ ഫാൻസ് ഒന്ന് കൈയടിച്ചേ. കൊമ്പങ്കാട് കോയ, അസ്സലാമു അലൈക്കും. ഇപ്പൊ കുറൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ ഗ്രീൻ ഗ്രാസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഈ ഫുട്ബോൾ ടൂർണമെന്റിന് വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ മുത്തുമണികളെല്ലാവരും ഇതേമാതിരി കാണാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം. എന്തായാലും തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. വേറെന്താ പറയാ, തവളയെന്നോ അല്ലാത്ത കഥ. നീർക്കോലിയോ? നീർക്കോലി തങ്ങളുടെ അടുത്തുണ്ട്. തല്ലില്ല കേട്ടോ, ഇന്ന് തല്ലില്ല. ഇവിടെ ഈ ഗ്രൗണ്ടിൽ വെച്ച് തല്ലേ, അതൊന്നും പറ്റൂല. എന്തായാലും ഞാൻ ഈ കുഞ്ഞാപ്പൂന് മൈക്ക് കൈമാറാം. കുഞ്ഞാപ്പൂ 2 വാക്ക് സംസാരിച്ച. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ കൊമ്പങ്ങാട് തറവാട്ടുന്ന കുഞ്ഞാപ്പു, മാന്യ സദസ്സിന് വന്ദനം, അങ്ങനെ പറയാൻ അറിയുള്ളൂ. സൈന എവിടെയാണോ? അത് പറ്റിക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല, ഞാൻ അതിന്റെ ആളല്ല. അപ്പോ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ ഞാൻ പൂക്കോട്ടൂർ സ്കൂളിൽ പഠിക്കുമ്പോൾ വിവാഹകന്റെ ജൂനിയർ കീപ്പറായിരുന്നു ഞാൻ. പക്ഷെ അതിന് ശേഷമാണ് അവിടുത്തെ സ്കൂളിൽ നാടകത്തിൽ കയറിയിട്ട് കള്ളൂടിന്റെ വേഷത്തിൽ ബെസ്റ്റ് ആക്ടർ കിട്ടുന്നത്. അങ്ങനെ എന്നിട്ട് നേരെ അയിമൊക്കെ തന്നെ തൂങ്ങി. ഇപ്പൊ അതാ കുമ്പങ്ങാട് തറവാട്ടിൽ ഇപ്പച്ചിന്റെ മോനായിട്ട് കുഞ്ഞാപ്പ് വെച്ച് വലസാണ്. അതൊക്കെ സപ്പോർട്ട് ചെയ്തത് ഞാന് എന്റെ കഴിവുകൊണ്ട് മാത്രമല്ല, നിങ്ങളെല്ലാവരും സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ എത്തി നിൽക്കാൻ പറ്റിയതൊക്കെ നിങ്ങളെ കാരണം കൊണ്ടാണ്. എല്ലാവർക്കും 1000 നന്ദി നമസ്കാരം. അങ്ങനെ തന്നെയല്ലേ? എന്താ ചോദിക്കാനുള്ളത്? അങ്ങോട്ട് ചെല്ലാനോ? 6 കണ്ടായിട്ട് പോകേണ്ടി വരും. അതിനെന്തിലൊക്കെ ഒറ്റ കടക്കൂല. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ കോയാക്കിയും കുഞ്ഞാപ്പോ വന്നിട്ട് നമ്മളെ ഈ ഗ്രീൻ ഗ്രാസിന്റെ പെർഫെക്റ്റ് സ്റ്റേഡിയത്തിൽ വരുമ്പോ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഷിക്കുവിനെ നമുക്കറിയാം, തീർച്ചയായും നല്ല നല്ല സൗണ്ടുകളൊക്കെ ഇടുന്ന മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്, നല്ലൊരു കലാകാരനാണ്. അതുപോലെ തന്നെ നമ്മുടെ കോയാക്ക, നമ്മുടെ ലാല മലപ്പുറം തീർച്ചയായും നല്ലൊരു സിംഗർ കൂടിയാണ്. അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നമ്മുടെ ഈ ഒരു ഫുട്ബോൾ ആരാധകര് നമ്മുടെ ഈ ഒരു ഗാലറി നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരുപാട് ആളുകൾ ഫാമിലീസ് ആയിട്ടാണ് ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും കൂടി വേണ്ടി ഒരു പെർഫോമൻസ്. എന്താ ഒരു മിമിക്രി എടുത്തു കൊടുത്തോ? ഹലോ അല്ല, മിമിക്രി എടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യോ? കണ്ട കുട്ടികൾ മുഴുവൻ അതിനൊന്നും കാണില്ല, ലൈറ്റ് മോത്തക്കല്ലേ. അതുണ്ടായിക്കോട്ടെ, ഓർക്ക് നമ്മളെ കാണാലോ. നമുക്ക് അങ്ങോട്ട് കാണാൻ നല്ല, എന്നാ വലിയ ടെൻഷനാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളെ ഏതായാലും നമ്മളെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാരല്ലേ? നമ്മളെ കൊമ്പങ്ങാടൊക്കെ തറവാട്ടത്തെ കുഞ്ഞാപ്പൂന്റെയും കോയന്റെയും 2 ഡയലോഗ് ആയാലോ, തുടക്കമായാലോ? നിങ്ങൾക്ക് മണിച്ചിത്രത്തായാലും നാഗവല്ലിയനാണോ ഇഷ്ടം, കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണിയനാണോ ഇഷ്ടം? ആണോ?
എന്നാ എടുത്താലോ? നിങ്ങൾ സപ്പോർട്ട് ചെയ്യില്ലേ? എന്നാ ഒന്ന് കൈയടിച്ചാണ് എല്ലാവരും കൂടി ഉണ്ട്. ആ തുടങ്ങാ. റെഡി? യാരത്? കൊമ്പങ്ങാട് കോയ വാതിലോർക്കെ. ഇന്നേക്ക് വെള്ളിയാഴ്ച അതെന്നെ പറഞ്ഞ് വാതിലോർക്കെ. ജുമാക്ക് നേരായി. കൊണ്ണ് എന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. എന്റെ അമ്മ കുറ്റപ്പുള്ളിയ സൈന്യം പോയി ചാറ്റി നടന്നില്ല. പിന്നെ ലജ്ജ്. എനിക്ക് പോണം. എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പോണം. താങ്ക് യു വെരി മച്ച്. കൈയെടുക്കണോ? ആ അടുത്തതായിട്ട് ഇങ്ങനെ മിമിക്രാവാ അല്ലേ? അടിയോ? ഇന്ന് അടിയില്ല. ഇന്ന് അടി ലീവാണ്. ആ ഇന്ന് വെള്ളിയാഴ്ച ലീവാണ്. അടിയില്ല. പപ്പുച്ചേട്ടന്റെ വോയിസ് തന്നെ ആയാലോ? നമ്മളെ മണിച്ചിത്രത്തായാല് കുതിരവട്ടം പപ്പുച്ചേട്ടന്റെ വോയിസ് ആയാലോ? നിങ്ങളൊന്ന് ആന്ന് പറയും. ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. ആര്? ആ ഒക്കെ മലപ്പുറത്തുള്ള തന്നെ അല്ലേ? എന്നാ എടുക്കട്ടെ? സപ്പോർട്ട് ചെയ്യോ? റെഡി? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തേടുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴ് തന്നെയ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുറിച്ചിട്ടുണ്ട്. എന്റെ ഈ തകിട് അത്ര മോശമൊന്നല്ല. കൊല 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 താമരശ്ശേരി ചുരം. താങ്ക് യു വെരി മച്ച്. നല്ലൊരു പടക്കം പൊട്ടുന്ന പോലത്തെ ഒരു കയ്യടി പോന്നോട്ടെ. അത് എന്നും കിട്ടണ്ടാട്ടി. തീർച്ചയായും. അപ്പൊ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട നസീർ ഷിഖുനെയും ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടിക്കാൻ പഠിക്കേണ്ട. നിങ്ങളുടെ കയ്യടികളാണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് പോവാറ് എന്നുള്ളത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരോടും ഈ ഒരു നമ്മുടെ ഗ്രീൻ ഗ്രാസിന്റെ